ഇന്ന് ബാച്ചുലർ ഓഫ് കൊമേഴ്സ് അല്ലെ, ബികോം, എംകോം അല്ലെങ്കിൽ MBA എന്നൊക്കെ പറയുന്നത്, BBA എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ MNET, ബാച്ചുലർ ഓഫ് അല്ലെ മാസ്റ്റർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, BNET, ബാച്ചുലർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അങ്ങനെയൊക്കെ നമുക്കിനി കോഴ്സുകൾ വരാൻ വേണ്ടി പോവുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഗൂഗിൾ മീറ്റിൽ വെച്ചാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അന്ന് ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്ത്, ഫീസ് കൊടുത്ത് ഇനി വരുന്ന തലമുറ, പുതിയ തലമുറ പഠിക്കാൻ പോകുന്ന ഒരു പാഠ്യവിഷയമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറാൻ വേണ്ടി പോവുകയാണ്. കാരണം കാലഘട്ടം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നീ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ MBA ആണ്. എന്താണ് MBA? മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. എന്നിട്ട് നീ നിന്റെ ഫ്യൂച്ചർ പരിപാടി എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും നല്ലൊരു ജോലിക്ക് കയറണം. എന്തെന്ന് ബിസിനസ് പഠിച്ചിട്ട് ജോലിക്ക് കയറാനോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ എന്താ പഠിക്കുന്നത്, പഠിക്കുന്ന സാധനം എന്താണ്, നീ എന്താ ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഞാനന്ന് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാ. ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യമുള്ളൂ, സത്യത്തിൽ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകന് പോലും അറിയില്ല MBA എന്താ. കാരണം അദ്ദേഹത്തിന് MBA എന്താന്ന് അറിയുന്നുണ്ട്, അദ്ദേഹം അവിടെ പഠിപ്പിക്കാൻ വരൂല. കാരണം അദ്ദേഹം നല്ലൊരു ബിസിനസ് ചെയ്ത് ബിസിനസ്സുകാരനായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ആ സത്യത്തിൽ അത് ചിന്തിച്ചു നോക്കി, എന്തായിരിക്കും അങ്ങനെ എന്നുള്ളത്. 99% വരുന്ന സ്റ്റുഡൻസും MBA കഴിഞ്ഞാൽ ഒരു ജോലിക്ക് കയറാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 4ാം ക്ലാസ്സുകാരന്റെ ഒരു സ്ഥാപനത്തില്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു യന്ത്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ക്വാളിറ്റിയും വലിയ പഠനവും ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നൊക്കെ പഠിച്ചിട്ട് വേറൊരാളുടെ കീഴിൽ ജോലിക്ക്, മറ്റൊരാളുടെ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. എന്റെ പേര് പരിചയപ്പെടുത്തി, റനിലാൽ എന്നാണ് എന്റെ പേര്. സ്വദേശം കോഴിക്കോട് ജില്ലയിൽ തന്നെ പയ്യോളിയിലാണ് എന്റെ സ്വദേശം വരുന്നത്. ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുമ്പ് നിലവില് ബാംഗ്ലൂരിൽ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ കടന്നു വരുന്നത്. വളരെ യാദൃശികമായിട്ട് സുഹൃത്ത്, ഞങ്ങൾ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചതാണ്, എന്നെ വിളിച്ചു ഒരു ദിവസം. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ഇത്തരം ഒരു ആശയം, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ ആശയം എന്നോട് ഫോൺ വഴി ഷെയർ ചെയ്തു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലേ, ആദ്യത്തെ തവണ എനിക്ക് തോന്നുന്നു ഒരു 99% ആളുകളും നെഗറ്റീവ് തന്നെയായിരിക്കും. കാരണം ഇത് പറയുന്ന സമയത്ത് തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. അതായത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന സമയത്ത് നമ്മളോട് ഷെയർ ചെയ്യുന്ന ആളെ ഒരു കാലന്റെ രൂപത്തിലാണ് നമ്മൾ കാണുക. കാരണം നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ അല്ലെ. എന്നാൽ അതേ വ്യക്തി കാലനായിട്ട് വന്നിട്ട് അതേ വ്യക്തി തന്നെ ദൈവമായിട്ട് മാറുന്ന ഇൻഡസ്ട്രിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ കാലനായിട്ട് വന്ന് ഇന്ന് എന്റെ ദൈവമായിട്ട് മാറിയ ഗ്രേറ്റ് ലീഡർ അരുൺ സാർ, അദ്ദേഹത്തിന് ഹൃദ്യമായ നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം ഫോൺ വഴി എന്നെ വിളിച്ച സമയത്ത് ഒരു അരമണിക്കൂർ എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു. തിരിച്ച് ഞാൻ MBA ആണല്ലോ പഠിക്കുന്നത്, തിരിച്ച് അങ്ങോട്ട് ഞാനൊരു 10 മിനിറ്റ് അങ്ങോട്ട് സംസാരിച്ചു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, ശരിയാണല്ലേ, ഇതും കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലേ, റെഡിയാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് കൊടുത്ത ഉപദേശം കണ്ട് നിർത്തി പുള്ളിക്കാരൻ. ഒരു 2-3 ദിവസം കഴിഞ്ഞ സമയത്ത് വീണ്ടും എന്നെ എന്ത് ചെയ്തു, എന്നെ കോൾ ചെയ്തു. കാരണം അതിന്റെ ഇടയിൽ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ കയറിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വീണ്ടും ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞ, നീ അത് പറഞ്ഞില്ലേ, അത് അങ്ങനെയൊന്നുമല്ല, ഇത് വേറെയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ വീണ്ടും ഞാൻ വീണ്ടും ഒരു 10 മിനിറ്റ് അങ്ങോട്ട് സംസാരിക്കും, പുള്ളിക്കാരൻ നിർത്തും. ഇങ്ങനെ എന്നോട് ഇങ്ങോട്ട് പറയാൻ വന്ന ആളെ നിർത്തിച്ച് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 6 മാസം ഇതായിരുന്നു ഞങ്ങളുടെ പരിപാടി. പുള്ളിക്കാരൻ അവസാനം ഒരു ദിവസം വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വരെ കട്ടായിപ്പോ, ഇനി മേലാൽ ഇത്തരം പരിപാടിയായിട്ട് എന്നെ വിളിക്കരുത്, എനിക്ക് താല്പര്യമില്ല. അപ്പോ ആ ലെവലിലേക്ക് പോകുന്ന സമയത്ത് പുള്ളിക്കാരനോട് ആരോ പറഞ്ഞു, പ്രൊഡക്റ്റ് കൊടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് അട്രാക്ട് ആക്കാം എന്ന് പറഞ്ഞ് ഒരു ദിവസം നാട്ടിൽ വന്ന് എന്റെ വീട്ടിലെത്തി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നിന്റെ മുഖത്തെന്താ ഇവിടെ എന്തൊരു സംഗതി, എടാ അത് പോവാൻ അടിപൊളി ഒരു സാധനം ഉണ്ട് എന്റെ കയ്യിൽ, ഒരു സോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സോപ്പ് തന്നു. അപ്പൊ ഞാൻ ആ സോപ്പ് എടുത്ത് ഞാൻ നോക്കി, കുഴപ്പമില്ലല്ലോ, ഇത് ഞാൻ വിചാരിച്ചത് കുടുംബശ്രീന്റെ എന്തോ പ്രൊഡക്റ്റ് ആണ്. കാരണം ഓൺ ആൻഡ് ഓൺ ഒന്നും ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അത് കണ്ട സമയത്ത് ഞാനത് നോക്കി, ഞാൻ യൂസ് ചെയ്തു. അപ്പോ അരുൺ സാറ് ഒരു 2 ദിവസം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എടാ നിന്റെ ആ സോപ്പ് എവിടെയെന്ന് ചോദിച്ചു. കാരണം ആ സോപ്പ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണല്ലോ ഞാൻ എന്തു പറയുക, നിന്റെ സോപ്പ് അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരന്റെ സോപ്പ് എവിടെയാന്ന് ചോദിച്ചത്.
അപ്പൊ ഞാൻ പറഞ്ഞ ബാത്റൂമിലുണ്ട്, നീ പോയിട്ട് എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ ചെന്ന് നോക്കുന്ന സമയത്ത് ബാത്റൂമിൽ ഒരു നാക്കിന്റെ വലിപ്പേ ഉള്ളൂ സോപ്പ്. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ ഒരു 3 ദിവസം കൊണ്ട് എങ്ങനെയാടാ ഇത് ഇങ്ങനെയാക്കിയെന്ന് ചോദിച്ചു എന്നോട്. എന്ത് കുളിയാ നീ കുളിച്ചെന്ന്. ഞാൻ പറഞ്ഞ, എടാ എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയാത്തോണ്ട് ഞാൻ എന്റെ ഷൂ എല്ലാം തേച്ചെന്ന് പറഞ്ഞു. സത്യത്തിൽ പുള്ളിക്കാരെ എന്നാന്ന് കൊന്നിട്ടില്ല എന്നേ ഉള്ളൂ. കാരണം ലക്ഷറി സോപ്പിട്ട് ഷൂ തേച്ചായി ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടാവും. അപ്പോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് എന്താണ്, ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. പുള്ളിക്കാരനോട് ആ ഐഡിയയും പുള്ളിക്കാരന് ഫെയിലായി. കാരണം എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുവരണമല്ലോ ബിസിനസ്സിൽ. ഒടുവിൽ ഒരു ദിവസം ഞങ്ങൾ വീട്ടില്, സോറി, ഞാൻ എന്റെ ബാംഗ്ലൂരിൽ ഞാൻ റൂമിൽ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്നെ വിളിച്ച് എന്നോട് സംസാരിക്കുന്ന സമയത്ത് എന്താണ് നിന്റെ പ്രശ്നം എന്ന് എന്നോട് കറക്റ്റ് ചോദിച്ചു. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം അതുവരെ ഉണ്ടായിരുന്ന എന്റെ അറിവുകൾ വെച്ച് ഇത് അങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയല്ലേ. എന്നോട് ചോദിച്ചു, പിന്നെ നീ കുറെ കാലമല്ലോ പറയുന്നത്, ആംവേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ ആംവേ എന്ന് അറിയാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയില്ല. നീ കുറേയല്ലോ പറയുന്ന, ആളെ ചേർക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നല്ലോ, എന്താ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് എന്തെന്ന് അറിയുന്നതെന്ന് ചോദിച്ചു. പിന്നീട് ചോദിച്ച ചോദ്യത്തിനൊന്നും സത്യത്തിൽ എനിക്ക് ആൻസർ ഇല്ല. കാരണം ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് അവിടുന്നും ഇവിടുന്നൊക്കെ അറിഞ്ഞ കുറച്ച് അറിവല്ലാതെ എന്താണ് ഈ ഇൻഡസ്ട്രി എന്നും ഈ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്താണെന്നും കൃത്യമായിട്ട് ഒരു അറിവുമില്ല. നമ്മൾ ആളെ ചേർക്കുന്നു, മണി ചെയിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും അറിയില്ല. അപ്പൊ പുള്ളിക്കാരന്റെ ആ ഒരു വാക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു, വീണ്ടും സംസാരിച്ചു. എന്റെ ഡൗട്ടുകൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത് പൊട്ടിപ്പോയോ, ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു, അപ്പൊ ഇത് പൊട്ടിപ്പോയോ എന്ത് ചെയ്യും. അപ്പൊ എന്നോട് ചോദിച്ചു, പൊട്ടിപ്പോകണമെങ്കിൽ എങ്ങനെയാണ് പൊട്ടിപ്പോവുക? നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പൈസ കമ്പനി വാങ്ങി വെക്കുന്നുണ്ടോ പൊട്ടിപ്പോകണമെങ്കിൽ? അല്ലെങ്കിൽ ആ രീതിയിൽ ഈ കമ്പനിയുടെ സ്റ്റെബിലിറ്റിയും ഇതിന്റെ മാനേജ്മെന്റും ഇതിന്റെ പ്രോഡക്റ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്റെ ഭാഗമായിട്ട് സത്യത്തിൽ എനിക്ക് അന്ന് മനസ്സിലായത്, ദൈവമായിട്ട് എന്റെ കയ്യിലേക്ക് ഒരു അവസരം എത്തിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. കാരണം പുള്ളിക്കാരൻ അത്ര സ്ട്രൈക്ക് ചെയ്യുന്ന പല പോയിന്റുകൾ എന്നോട് നിരത്തി. ഒരുപാട് കാര്യങ്ങൾ എന്നോട് അന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, നീ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ MBA ആണ്. എന്താണ് MBA? മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. എന്നിട്ട് നീ നിന്റെ ഫ്യൂച്ചർ പരിപാടി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും നല്ലൊരു ജോലിക്ക് കയറണം. എന്തെന്ന് ബിസിനസ് പഠിച്ചിട്ട് ജോലിക്ക് കയറാനോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ എന്താ പഠിക്കുന്നത്, പഠിക്കുന്ന സാധനം എന്താണ്, നീ എന്താ ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഞാനന്ന് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാ. ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യമുള്ളൂ, സത്യത്തിൽ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകന് പോലും അറിയില്ല MBA എന്താ. കാരണം അദ്ദേഹത്തിന് MBA എന്താന്ന് അറിയുന്നതിന്റെ അദ്ദേഹം അവിടെ പഠിപ്പിക്കാൻ വരില്ല. കാരണം അദ്ദേഹം നല്ലൊരു ബിസിനസ് ചെയ്ത് ബിസിനസ്സുകാരനായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ആ സത്യത്തിൽ അത് ചിന്തിച്ചു നോക്കി, എന്തായിരിക്കും അങ്ങനെ എന്നുള്ളത്. 99% വരുന്ന സ്റ്റുഡൻസും MBA കഴിഞ്ഞാൽ ഒരു ജോലിക്ക് കയറാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 4ാം ക്ലാസ്സുകാരന്റെ ഒരു സ്ഥാപനത്തില്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു യന്ത്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ക്വാളിറ്റിയും വലിയ പഠനവും ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നൊക്കെ പഠിച്ചിട്ട് വേറൊരാളുടെ കീഴിൽ ജോലിക്ക്, മറ്റൊരാളുടെ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പൊ ഇതൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ ഞാന് സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്കിയ സമയത്ത് എങ്ങനെ നോക്കിയാലും പ്രോഫിറ്റ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ എന്റെ മനസ്സുകൊണ്ട് അന്നുണ്ടായ ഒരു ചിന്ത, ഇത് ഇന്ന് കിട്ടിയ ഒരു അവസരമാണ്, ഈ അവസരം ഇനി സ്പോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു വിഡ്ഢി ഞാനായിട്ട് മാറും എന്ന് ചിന്തിച്ചു. ഒരുപക്ഷെ അന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആരെയും ഞാൻ ബിസിനസ് കൺവിൻസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് അന്ന് എന്റെ മനസ്സിൽ തോന്നിയ ഒരേ ഒരു ആൻസർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്റെ പഠനം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരു ഫുൾ ടൈം കരിയർ ആയിട്ട് ഇത് സെലക്ട് ചെയ്യാം എന്നുള്ളൊരു മനസ്സുകൊണ്ട് എനിക്ക് തോന്നി. അന്ന് അതുപോലെ തന്നെ പഠനമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഫുൾ ടൈം കരിയർ ആയിട്ട് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ എൻ്റർ ചെയ്തു. നാട്ടിൽ വന്നു, ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെ വന്നു. അപ്പോ നമ്മൾ ആവേശത്തിലാണല്ലോ ഉണ്ടാവുക. 2,10,000 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു കുഴപ്പമില്ലല്ലോ, ഒരു 2-3 മാസം കൊണ്ട് 2,10,000 വാങ്ങി തിരിച്ച് ബാംഗ്ലൂർ തന്നെ വരാം എന്നൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ പരിപാടി. അപ്പൊ അത് വന്ന് വേഗം പോയി ഫ്രണ്ട്സിന്റെ അടുക്ക പോയിട്ട്, എടാ അഡ്രസ്സിങ് തന്നോ. കാരണം നമുക്ക് അല്ലെ, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പല കാഴ്ചപ്പാടും ഉണ്ടാവും. ഇന്നയാള് നമ്മളോട് ചെയ്യും, അല്ലെ ഇന്നയാള് നമ്മളോട് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആവേശം ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാനും പല ആളെടുത്ത്, എന്റെ സുഹൃത്തുക്കളെടുത്ത്, എന്റെ ഫാമിലി മെമ്പേഴ്സിനടുത്ത് ഒക്കെ ഞാൻ പോയി. പക്ഷെ എല്ലാ സ്ഥലത്തുനിന്നും എനിക്ക് നോ ആണ് കിട്ടിയത്.
പക്ഷെ ആ നോ കിട്ടുന്ന സമയത്ത് മറ്റൊന്നുമല്ല, ഞാൻ എന്നെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാൻ ബിസിനസ്സിൽ വന്നത് എത്ര മാസം കഴിഞ്ഞിട്ടാ? ഒരു 6 മാസം അദ്ദേഹത്തിനോട് നെഗറ്റീവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ എനിക്കറിയാം ഒരാളോട് ബിസിനസ് പറയുന്ന സമയത്ത് അവരുടെ മെന്റാലിറ്റി എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വളരെ ക്ഷമയോടുകൂടി അന്ന് ലീഡേഴ്സ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോളോ അപ്പ് എന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ ഫോളോ അപ്പിനെ കുറിച്ചും ഞാൻ പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും അന്ന് ഞാൻ നെഗറ്റീവായി, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ആളുകളെ നിരന്തരമായിട്ട് പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് സത്യത്തിൽ ഞാൻ നെഗറ്റീവായി. ആ നെഗറ്റീവിന്റെ ഭാഗമായിട്ട് ലീഡേഴ്സ് പറഞ്ഞ ഉപദേശമാണ് പ്രോഗ്രാമിന് കയറാൻ വേണ്ടി. കാരണം ഇന്ന് ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഈ ബിസിനസ്സിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളാണ് ഇന്ന് ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളും. ഓക്കെ, റെഡി. ഏകദേശം സാറ് പറഞ്ഞ പോലെ തന്നെ 400 ഇടയ്ക്കുള്ള ആളുകൾ വന്ന് ഏകദേശം. അപ്പൊ ഇത്രയും ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ കാണുന്നവരാണ്. കാരണം അല്ലാതെ ഈ മോർണിംഗിന് അല്ലെ ഇത്രയും ഏറ്റവും നല്ല ലോകത്തിലെ സുഖം എന്ന് പറയുന്നത് ഈ രാവിലെയൊക്കെ കിടന്നുറങ്ങുന്നതിന്റെ സുഖം എന്ന് പറയുന്നത് നമുക്ക് അല്ലെ പറഞ്ഞറിയിക്കാൻ പറ്റൂല. കാരണം അത്ര നല്ല ഒരു വൈബ് കിട്ടുന്ന സമയമാണ് ഈ മോർണിംഗിനൊക്കെ. കാരണം ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് നമ്മൾ ഈ ഒരു മോർണിംഗ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതൊരു എഫേർട്ട് തന്നെയാണ്. അപ്പോ നമ്മൾ ആ ഒരു എന്താ പറയാ ലീഡേഴ്സ് എടുക്കുന്ന ആ ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ട് മീറ്റിംഗിൽ കയറാൻ തുടങ്ങി. മീറ്റിംഗിൽ കയറിയ സമയത്ത് ഓരോ കാര്യങ്ങളും ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ സക്സസ് ആവേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു അവയർനെസ് കൃത്യമായിട്ട് പ്രോഗ്രാം സെന്ററിൽ നിന്ന് കിട്ടി. അന്ന് എനിക്ക് മനസ്സിലായി ഈ ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫോളോ അപ്പിനെ കുറിച്ചും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും എക്സൈറ്റ്മെന്റിനെ കുറിച്ചും ഒക്കെ അന്ന് പറഞ്ഞ സമയത്ത് വളരെയധികം ആവേശത്തോടു കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, എല്ലാവരിലേക്കും എത്തി. കാരണം എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം അപ്ഡേഷൻ, ലോകത്തിൽ ഏത് കാര്യങ്ങളും ആദ്യമായിട്ട് അപ്ഡേഷൻ കൊണ്ടുവരുന്ന ആളുകളെ സമൂഹം നെഗറ്റീവായിട്ടാണ് കാണുക. അതായത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ആദ്യമായിട്ട് ഏതൊരു കാര്യവും നമ്മൾ കാണുന്ന സമയത്ത് നമ്മളൊരു പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക, ആ അപ്ഡേഷൻ ആദ്യം നെഗറ്റീവായിട്ടാണ് കാണുക. അല്ലെങ്കിൽ ആളുകൾ വളരെ ക്യൂരിയോസിറ്റി ആയിട്ടും ഇതെന്താ സംഗതി എന്നുള്ള രീതിയിലാണ് കാണുക. പക്ഷെ അത് പിന്നീട് കാലഘട്ടത്തിന്റെ ഒരു എന്താ പറയാ ഒരു സിസ്റ്റമായിട്ട് അതങ്ങ് മാറി വരും. പല എക്സാമ്പിളുകൾ നമ്മുടെ മുമ്പിൽ പല എക്സാമ്പിളുകളുണ്ട്. ഇപ്പോ കുറച്ച് കാലം മുമ്പ് നമുക്കറിയാം ഓൺലൈൻ വഴി നമ്മൾ സാധനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തും, വീട്ടിൽ ഡെലിവറി ചെയ്യും എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഇഷ്ടിക വരുന്നു അല്ലെങ്കിൽ കല്ല് വരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇന്നത്തെ ഒരു അവസ്ഥ എന്താ? ഓൺലൈൻ വഴി ഇപ്പൊ ആമസോണിലൂടെ നമുക്ക് ഒരു വീടടക്കം ബുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ലെവലിലാണ് ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മള് കുറച്ചു കാലം മുമ്പ് നമ്മുടെയൊക്കെ ടി വിയിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഒരു ഫോൺ പേന്റെ ഒക്കെ ഒരു പരസ്യം. ഒരാള് ബാർബർ ഷോപ്പിൽ പോകുന്നു, മുടി വെട്ടുന്നു, അപ്പൊ സ്പോട്ടിൽ പൈസ എത്രയാന്ന് ചോദിക്കുന്നു, സെൻഡ് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു ജ്യൂസ് കുടിക്കുന്നു, എത്രയാന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അത് കാണുന്ന സമയത്ത് ഭയങ്കര അഡ്വാൻസ് ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ എല്ലാ തട്ടുകടയിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നോർമലായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എഡിസൺ ബൾബ് കത്തിക്കുന്ന സമയത്ത് അന്നും ആളുകൾ കളിയാക്കി, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഇന്നത്തെ അഡ്വാൻസ് എന്താണ് അല്ലെ? കാലഘട്ടം മാറുന്നതിനനുസരിച്ച് കുറച്ചു കാലം മുമ്പൊക്കെ നമുക്കറിയാം അല്ലെ, ഈ ഫ്രീക്ക് പിള്ളന്മാരൊക്കെ ഫ്രീക്കായിട്ടൊക്കെ നടക്കുമ്പോൾ നാട്ടില് എന്തോ വലിയ സംഭവമായിട്ടാണ് എല്ലാവരും നോക്കിയിരിക്കുക. ഒരാൾ നടന്നു പോകുമ്പോ എല്ലാവരും അവനെ ഇങ്ങനെ നോക്കൂ. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആരും നോക്കുന്നുണ്ടോ? അതും മാറി വന്നു. റെഡി എന്ന് പറയുന്നത് പോലെ നമുക്ക് ഓരോ കാലഘട്ടത്തിലും ആളുകൾക്ക് ഉൾക്കൊള്ളുന്ന, അതായത് ഇന്ന് അഡ്വാൻസ് ആയിട്ട് ഈ 2030 ഇനി നമുക്ക് വരാൻ പോകുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇനി വരാൻ പോകുന്ന തലമുറ പാഠ്യവിഷയമായിട്ട് ഒരു സബ്ജക്റ്റ് ആയിട്ട് അടുത്ത നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ആളുകളും തന്റെ മക്കളെ ഒരു പ്രൊഫഷണൽ ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വിടാൻ വേണ്ടി പോവുകയാണ്. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രി കോളേജിൽ കോഴ്സായിട്ട് പഠിച്ച് അല്ലെ, ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴും പല ഡൽഹി യൂണിവേഴ്സിറ്റിയിലെല്ലാം ഇതൊരു പാഠ്യവിഷയമാണ്. ഇന്ന് ബാച്ചുലർ ഓഫ് കൊമേഴ്സ് അല്ലെ, ബികോം, എംകോം അല്ലെങ്കിൽ MBA എന്നൊക്കെ പറയുന്ന പോലെ, BBA എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ MNET, ബാച്ചുലർ ഓഫ് അല്ലെ മാസ്റ്റർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്,
BNet, ബാച്ചുലർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അങ്ങനെയൊക്കെ നമുക്കിനി കോഴ്സുകൾ വരാൻ വേണ്ടി പോവുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഗൂഗിൾ മീറ്റിൽ വെച്ചാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അന്ന് ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്ത് ഫീസ് കൊടുത്ത് ഇനി വരുന്ന തലമുറ, പുതിയ തലമുറ പഠിക്കാൻ പോകുന്ന ഒരു പാഠ്യവിഷയമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറാൻ വേണ്ടി പോവുകയാണ്. കാരണം കാലഘട്ടം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പുതിയ കാലഘട്ടം, അല്ലല്ലേ, പുതിയ കാലഘട്ടത്തിൽ എത്രത്തോളം ഇതിന്റെ പ്രസക്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലോകം മൊത്തം ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കാം, ഒരു കുറച്ചു കാലം മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 കൊല്ലം മുമ്പ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ടാവുക? കാരണം മുമ്പുള്ള പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഇതൊക്കെ നീ ഇന്ന് പറയുന്നതല്ലേ, ഞങ്ങളൊക്കെ ഇതൊക്കെ പണ്ടേ ഞങ്ങൾ ഇതിൽ കളിച്ചതാ, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നതാ എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചൊരു കാര്യം, എങ്ങനെയായിരിക്കും ഇവർ പണ്ട് ഈ ബിസിനസ് ചെയ്തിട്ടുണ്ടാവുക? കാരണം ഒരാളെ ഒരു പ്രോഗ്രാം സെന്ററിലേക്ക് വിളിക്കണേ അവരെങ്ങനെ വിളിക്കും? ഫോണില്ല, ലൈൻ ഫോണേ ഉള്ളൂ. മീറ്റിംഗ് എങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവും? മീറ്റിംഗ് എങ്ങനെയായിരിക്കും ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക? എത്ര പേര് മീറ്റിങ്ങിന് വരും, അല്ലെ എത്ര പേര് പങ്കെടുക്കും? എങ്ങനെയാണ് ക്യാഷ് പേയ്മെന്റ് എങ്ങനെയാണ് കൊടുക്കുക? അല്ലെ, കമ്പനി ചെക്ക് വഴി കൊടുക്കുന്നു. പണ്ട് കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയായിരുന്നു. ഈ ചെക്ക് പോയി ബാങ്ക് കൊണ്ടുപോയി മാറി എടുക്കണം. ഇനി പലർക്കും ചെക്ക് വരുന്നില്ല. റെഡി, എപ്പോഴാണ് വരുക? ഒരു ഫോം ഫില്ല് ചെയ്യണ എന്താ ചെയ്യുക? ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ അകത്ത് KYCയും പാൻ കാർഡ് എല്ലാം ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് കമ്പനിയിലേക്ക് എന്ത് ചെയ്യണം? കൊറിയർ വഴി അയക്കണം. കൊറിയർ വഴിയൊക്കെ അയച്ച് സാങ്ഷൻ ആയിട്ടൊക്കെ വരണം. അല്ലെ, പഴയ കാലഘട്ടത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കി. പക്ഷെ സെയിം മെത്തേഡ് മാറി വന്നു. ഇന്ന് നമ്മളെല്ലാവരും, ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു മോർണിംഗിന് ഏകദേശം ഒരു 400 അടുത്തുള്ള ആളുകൾ ഇരുന്ന് സ്വന്തം വീട്ടിലിരുന്ന് ഒരു വീഡിയോ കോളിംഗ് വഴി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല. അല്ലെ, നമ്മൾ എല്ലാ സമയത്തും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ലോകം മൊത്തം കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന്. ഓൾറെഡി നമ്മൾ എല്ലാവരും അതിന്റെ പാതയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ പലരും നമ്മളെ കളിയാക്കാം, നമ്മുടെ വീട്ടുകാർ പോലും നമ്മളെ കളിയാക്ക് എന്ന് വരാം. പക്ഷെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ഇത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും. കാരണം ഗവൺമെന്റിന്റെ നിയമം വന്നിരിക്കുന്നു, അല്ലെ, ട്രേഡ് യൂണിയനുകൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ആനുകൂല്യങ്ങൾ വരുന്നു. ഗവൺമെന്റ് ഒരുപാട് തരത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് പുതിയ മേന്മകളൊക്കെ വരാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ സെലിബ്രിറ്റീസുകളും മന്ത്രിമാരുൾപ്പെടെയുള്ള എല്ലാ ആളുകളും സപ്പോർട്ട് ചെയ്യുന്ന തലത്തിലേക്ക്, കാരണം ഗവൺമെന്റിലേക്ക് കൃത്യമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ട് ടാക്സ് കൊടുത്ത് 100% സിൻസിയർ ആയിട്ട് റെക്കോർഡിക്കലായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി. കാരണം തല താഴ്ത്തി നടക്കേണ്ട ആവശ്യമില്ല, തലയുയർത്തി നടക്കാം. കാരണം എല്ലാ റൂൾസും, കൃത്യമായിട്ടുള്ള എല്ലാ റൂൾസും, നല്ല പ്രോഡക്റ്റുകൾ, നല്ല സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, അല്ലെ, ഗവൺമെന്റ് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പ്രോഡക്റ്റുകൾ, കെമിക്കൽ ഇല്ലാത്ത. ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വളരെയധികം ആശങ്കയിലാണ്. കാരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചു നോക്കിയാൽ മതി, രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നല്ല ഭക്ഷണം ഏതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ. അരി, പഞ്ചസാര, ഗോതമ്പ്, അല്ലെങ്കിൽ ചെറുപയർ, കടല, ചായപ്പൊടി, ചായ, പാല്, എന്ത് നിങ്ങൾ എടുത്തു നോക്കിക്കോ. പച്ചക്കറികള്, വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ വിഷാംശങ്ങൾ ശരീരത്തിൽ പോകുമ്പം ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് എന്തായിരിക്കും നമ്മുടെ ബോഡിയുടെ അവസ്ഥ? അപ്പൊ അതിനെയൊക്കെ അഡ്വാൻസ് ആയിട്ട് കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന നല്ല പ്രോഡക്റ്റുകൾ, അല്ലെ, നമുക്കറിയാം വാണിംഗ് ഉള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വാണിംഗ് ഉള്ള പ്രോഡക്റ്റുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ആ പ്രോഡക്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൽ നിന്നും നമുക്ക് ഏറ്റവും വലിയ കോൺഫിഡന്റ് എന്ന് പറയുന്നത് വാണിംഗ് കൊടുക്കാതെ, കെമിക്കൽസ് യൂസ് ചെയ്യാതെ, അല്ലെ, കൃത്യമായിട്ട് അതിന്റെ അളവൊക്കെ കുറച്ച് നല്ല പ്രോഡക്റ്റുകൾ. അതുകൊണ്ടാണ് നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ ഗവൺമെന്റിന് ഒരു സർക്കുലർ ഉണ്ടായിരുന്നു, ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആയുഷ് പ്രീമിയുള്ള ചവനപ്രാശം കഴിക്കാം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമുക്കറിയാം നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ
അന്ന് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആയുഷ് പ്രീമിയം മാർക്കുള്ള ചവനപ്രാശം നമ്മുടെ കമ്പനിയിലുണ്ട്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളെല്ലാവരും വാങ്ങി ഉപയോഗിച്ചു. നല്ല എന്താ പറയാ, നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു. എന്നാൽ കവചപ്രാശം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ കേട്ടതാണ് അല്ലെ. ഇങ്ങനെ യൂസ്ഫുൾ ആവുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് നല്ല ബോധവൽക്കരണം കൊടുക്കുന്നു. എന്താണ് കാര്യം? നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, നല്ല മണി മാനേജ്മെന്റ്, സമൂഹത്തിൽ നല്ല കാര്യം ചെയ്യണം, കൂടെ വന്ന ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം അല്ലെ. ഇവിടെ അടിപിടിയില്ല. കാരണം ഒരു എന്താ പറയാ, ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അങ്ങനെയൊന്നുമില്ല. കാരണം കൂടെ വന്ന ആരും ആയിക്കോട്ടെ അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ സൗഹൃദങ്ങളായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും പരസ്പരം. അപ്പൊ ഗവൺമെന്റ് എങ്ങനെ നോക്കുമ്പോഴും വളരെയധികം പോസിറ്റീവാണ് കാണുന്നത്. ചെറിയ ഇപ്പോ എന്റെ ടീമിലുള്ള ഒരു ലീഡറായിട്ട് ഗ്രേറ്റ് ലീഡർ നമീർ സാർ, അദ്ദേഹം എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് നിങ്ങളെ ഗൂഗിൾ മീറ്റിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെന്യൂ എന്ന് പറയുന്ന കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ നമീർ സാറിന്റെ ഉമ്മ എന്നോട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു. അതായത് നമീർ സാറിന്റെ ഉമ്മ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ റെൽ സാറെ ഇവനെയാണോ ബിസിനസ്സിൽ കൊണ്ടുപോകുന്നത്? ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ പറഞ്ഞ ഓന് മടിയാണ്, ഓന് അറിഞ്ഞൂടാ എങ്ങനെയാ വിളിക്കേണ്ടത് എന്നുള്ളത്. നാട്ടിലെ പിള്ളേരുടെ കൂടെ ഇങ്ങനെ തെണ്ടി നടക്കുന്നല്ലാണ്ട് വേറൊന്നും അറിഞ്ഞുകൂടാന്നാ പറഞ്ഞേ. പക്ഷെ ഞാൻ പറഞ്ഞു, ഉമ്മ ഒരു കാര്യം ചെയ്യും, ഒരു 2 വർഷം നമ്മുടെ കൂടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ചെയ്യട്ടെ, ഞാൻ കാണിച്ചു തരാം എന്ന് ഉമ്മയോട് പറഞ്ഞു. ആ ഉമ്മ ഷോറൂമിൽ നിന്ന് നമീർ വണ്ടി ഇറക്കുന്ന സമയത്ത്, വെന്യൂ ഇറക്കുന്ന സമയത്ത് ഉമ്മയുടെ കണ്ണുകളിൽ കണ്ടിട്ടുണ്ട് ആ സന്തോഷം എന്ന് പറയുന്നത്. റൈറ്റ് ആണ് സർ, റൈറ്റ് പാതയിലാണ് മക്കളെ എത്തിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ എന്നാൽ അതേ സമയത്ത് നമുക്കറിയാം, നാട്ടിൽ വെറുതെ ഐഡിയ അടിച്ചിട്ടിട്ട് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിനെ പറയിപ്പിക്കുന്ന തരത്തിലുള്ള പല ആളുകളും ഉണ്ട്. കാരണം എന്ത് ചെയ്യും, ഐഡിയ അടിക്കും, ചെയ്യൂല, വെറുതെ എന്താ പറയാ മോഹന വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് റോങ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരല്ല ഞാൻ പറയുന്നത്, സിൻസിയർ ആയിട്ട് ഈ ബിസിനസ് എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി പ്രോഡക്റ്റുകൾ വാങ്ങി അതിനെ കൃത്യമായിട്ട് റീറ്റെയിൽ ചെയ്യാനും കൃത്യമായിട്ട് ടീം ബിൽഡ് ചെയ്ത് കൃത്യമായിട്ട് പ്രോഡക്റ്റുകൾ ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് മറ്റുള്ള ഫ്രോഡ് ഒന്നും ചെയ്യാതെ ചെയ്യുന്ന, നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളെ ഞാൻ പറഞ്ഞു. അപ്പോ ഒരുപക്ഷെ അത്തരം കാറ്റഗറിയിലേക്ക് നമ്മൾ എല്ലാവരും പെടുക. ഈ ബിസിനസ് എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുക. ഞാൻ പഠിച്ചു മനസ്സിലാക്കി ചെയ്തതാണ്. കാരണം ഇതിന്റെ എന്താണ് ഈ ബിസിനസിന്റെ സാധ്യത എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട, ഒരുപക്ഷെ നമ്മളൊക്കെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരു ഗ്രേറ്റ് ലീഡർ ഉണ്ട്. ഗ്രേറ്റ് ലീഡർ, നമ്മുടെയൊക്കെ എന്താ പറയാ ഇൻസ്പയറിംഗ് ക്യാരക്ടർ ആയിട്ടുള്ള ഗ്രേറ്റ് മുബീൻ മുഹമ്മദ് സർ. എനിക്കൊക്കെ വളരെയധികം ആവേശമാണ് അദ്ദേഹത്തിന്റെ ഒരു 2 വാക്ക്. ഓരോ വാക്കുകളിലും ഒരുപാട് അർത്ഥങ്ങളുള്ള, ഒരുപാട് എന്താ പറയാ മെസ്സേജ് തരുന്ന ഒരു വലിയൊരു ഗ്രേറ്റ് ലീഡറാണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം അന്ന് നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അന്നും അദ്ദേഹം ഫ്യൂച്ചർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഫാമിലി ആയിട്ട് അല്ലെ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ് അദ്ദേഹം ഉള്ളത്, ഫാമിലി ആയിട്ട്. എനിക്ക് തോന്നുന്നു അവിടെ സെറ്റിൽഡ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം. കാരണം എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി? നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വളരലാണ് അല്ലെ. നമ്മളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കനുസരിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ്, പല ആളുകളും പറയും നല്ല രീതിയിൽ ജോലി ചെയ്ത് അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. നല്ല രീതിയിൽ ജോലി ചെയ്ത് അധ്വാനിക്കുന്നു. ബട്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ ജീവിക്കുന്നത് ആഗ്രഹത്തിനനുസരിച്ചാണോ എന്നുള്ളത് അല്ലെ. ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടാവും, കുഴപ്പമില്ല, നല്ല സാലറി കിട്ടുന്നുണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അല്ലെ? ഒരു സാധാരണ ഒരു നോർമൽ കാറിൽ എന്റെ കയ്യിൽ കാറുണ്ട്. കാർ ഏതാണ്? ഒരു 10 ലക്ഷം രൂപ, ഒരു 15 ലക്ഷം രൂപയുടെ കാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ അതാണോ നിങ്ങളുടെ ആഗ്രഹം? ഒരു വീട്ടിലാണ്, നല്ലൊരു വീട്ടിൽ നമ്മൾ താമസിക്കുന്നുണ്ട്, പക്ഷെ ആ വീടാണോ നിങ്ങളുടെ ആഗ്രഹം? ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് അല്ലെ. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഇനി നമുക്ക് ബാക്കിയാണ്. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ എന്താ പറയാ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോർമലി ഇന്ന് പ്രസന്റ് നമ്മൾ ജീവിക്കുന്നതല്ല നമ്മുടെ ആഗ്രഹം. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റുന്ന ഒരു അവസരമാണ് ദൈവമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തന്നത്. ഒരുപക്ഷെ ഈ ഒരു അവസരം വളരെ യാദൃശികമായിട്ടാണെങ്കിൽ പോലും എന്റെ കയ്യിലേക്ക് അരുൺ സർ എത്തിച്ചു തന്നു. എത്തിക്കുന്ന സമയത്ത് ആദ്യമായിട്ടൊക്കെ ചെറിയ വരുമാനങ്ങൾ കിട്ടി. ചെറിയ വരുമാനം എന്ന് പറയുന്നത് 200-300 രൂപയൊക്കെയാണ് ആദ്യമായിട്ട് കിട്ടിയത്. റീറ്റെയിൽ ചെയ്തു നല്ല രീതിയിൽ.
ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ കൊണ്ടുപോയിട്ട് പ്രോഡക്റ്റുകൾ റീറ്റെയിൽ ചെയ്തു. അങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ കൊണ്ട് പ്രോഗ്രാമിന് കൊടുക്കാനും അതുപോലെ തന്നെ മീറ്റിങ്ങിന് പോവാനും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും പല സ്ഥലങ്ങളിൽ പോയിട്ട് വർക്ക് കൊടുക്കാനും ഒക്കെ ആ പേയ്മെന്റ് ഉപയോഗിച്ച് ശക്തമായിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോയി. അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കുറച്ച് ആളുകൾ പയ്യോളിൽ നിന്നൊക്കെ എന്റെ കൈപിടിച്ച് കൂടെ വന്നു. അവരൊക്കെ ചെയ്ത സമയത്ത് ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടി. ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റ് കോൺടെസ്റ്റ് വിന്നായി. ഫ്ലൈറ്റിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു ആ കോൺടെസ്റ്റ് ഒക്കെ വിന്നാവണം എന്നുള്ളത്. അങ്ങനെ എന്താ പറയാ, കരിപ്പൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് ഒരു മനോഹരമായ ഒരു യാത്ര ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ്. പക്ഷെ അങ്ങനെ നിങ്ങളുടെ ടീമിലുണ്ടാവും, ടീം ലെവലിലുള്ള പല കോൺടെസ്റ്റുകൾ ഉണ്ടാവും. നിർബന്ധമായിട്ട് പിടിക്കുക. കാരണം ആ കോൺടെസ്റ്റ് പിടിക്കുന്നത് നമ്മൾ എന്താ പറയാ, ചിലപ്പോൾ നമ്മൾ പോയിട്ടുണ്ടാവും, മുന്നേ നമ്മൾ പോയിട്ടുണ്ടാവും, നമ്മൾ 10 പ്രാവശ്യം പോയതായിരിക്കും, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നമ്മൾ ബിസിനസ്സിൽ ആദ്യം തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 2,10,000 ഒന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല. നമുക്ക് ഫസ്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ എന്തേ ഉണ്ടാവും, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ. ആ ചെറിയ ചെറിയ വരുമാനങ്ങളും ചെറിയ അച്ചീവ്മെന്റുകളും നമുക്ക് കാണിക്കുമ്പോഴാണ് നമ്മളൊരു നേട്ടം ഉണ്ടാക്കുന്ന ആളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. അല്ലെ? നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവണം എന്ത് ചെയ്യണം? നല്ലൊരു ഫാൻസി കട, അതായത് നിങ്ങൾ ഒരു കമ്മലോ അല്ലെ ഒരു മാലയോ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കാം. ഒരു റൂമുണ്ട്, അവിടെ ചുമരൊന്നും തേച്ചിട്ടൊന്നുമില്ല, സൈഡിൽ കുറെ ഇത് കൂട്ടിയിട്ടിട്ടുണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്. നിങ്ങൾ ആ കടയിലാണോ കയറുക? അല്ലെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ലൈറ്റൊക്കെ കത്തിച്ച് നല്ല രീതിയിൽ ചെയ്ത് അലങ്കരിച്ച ഒരു കടയിലാണോ നിങ്ങൾ കയറുക? നമുക്കൊരു പ്രോഡക്റ്റ് വേണം എപ്പോഴും നമ്മൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു സ്ഥലത്താണ് നമ്മൾ കയറുക. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബിസിനസ് ഈ പറഞ്ഞതുപോലെ തന്നെ തല്ലിപ്പൊളി ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക സെൽഫായിട്ട്. ചില ആളുകളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 പേസ്റ്റ് ഒക്കെ ഉണ്ടാവും, അല്ലെ 2 കഫ് മില്ലൊക്കെ ഉണ്ടാവും. അതൊന്നും പോരാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബിസിനസ് അത് പക്ക നല്ല രീതിയിൽ നല്ല അത്യാവശ്യം നമുക്ക് റീറ്റെയിൽ ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ടോ നമ്മൾ ഉറപ്പിക്കുക. നല്ല ടീം ബിൽഡിംഗ് നടക്കുന്നുണ്ടോ, ഡെയിലി വർക്ക് നടക്കുന്നുണ്ടോ, നമ്മളെ ബിസിനസ് ഓക്കെ ആണോ, അത്യാവശ്യം നമുക്ക് അച്ചീവ്മെന്റുകൾ ഉണ്ടോ, ഈ ആഴ്ച എന്റെ വരുമാനം ഓക്കെ ആണോ, അങ്ങനെ നമ്മൾ നമ്മുടെ സെൽഫായിട്ട് നമ്മുടെ ബിസിനസ് ഓക്കെ ആണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, സക്സസിലേക്ക് നമ്മൾ വേഗം എടുക്കും. അപ്പൊ ഇതെനിക്ക് അന്ന് തന്ന ഉപദേശം ഞാൻ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾ, ഫ്ലൈറ്റ് ട്രിപ്പ്. അപ്പൊ ഫ്ലൈറ്റ് ട്രിപ്പിൽ ഞാൻ യാത്ര പോയി. അപ്പോ ഞാൻ എന്റെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ അടിപൊളി പോസ്റ്റ് ഒക്കെ ഇട്ട് ഞാൻ ഫ്ലൈറ്റിൽ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ലൈക്ക് അടിച്ചു. എടാ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഒരാളുടെ ലൈക്ക് ഇങ്ങനെയാ വന്നത്, എടാ ഇതൊക്കെ ആർക്കും ഒരു 2,000 ഉറുപ്പ്യന്റെ ആർക്കും ഇവിടുന്ന് നെടുമ്പാശ്ശേരിന്ന് കരിപ്പൂരൊക്കെ ടിക്കറ്റ് എടുത്ത് പോവാം. പിന്നെ എല്ലാവരും അതിനായി ലൈക്ക്. കാരണം നമ്മളെ അത്ര പോലും എന്താ പറയാ ഒരു തമാശ എന്നുള്ള രീതിയിൽ എല്ലാവരും കണ്ടു. അപ്പൊ ഞാൻ ലീഡേഴ്സിനോട് പറഞ്ഞു, സർ അച്ചീവ്മെന്റ് പിടിച്ചിട്ടും ആളുകൾ വിടുന്നില്ലല്ലോ നമ്മളാ. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾ എന്താ പറയാ ആ നേട്ടങ്ങളിലൂടെ ചെറുത് പിടിക്കുമ്പോൾ ആളുകൾക്ക് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ വലിയ വലിയ അച്ചീവ്മെന്റുകൾ പിടിക്കുക, മുന്നോട്ട് പോവുക. ഒരുപക്ഷെ നമ്മളിപ്പോ ഒരാൾ കല്ലെറിയുന്നുണ്ടെങ്കിൽ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു കാക്ക പരുന്തിനെയും കൊണ്ടുപോയ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു പരുന്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പരുന്ത് താഴെ തട്ടിലേക്ക് വന്നു. ഒരു തെങ്ങിന്റെ മണ്ടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പരുന്ത്. അപ്പൊ ഈ തെങ്ങിന്റെ മണ്ടയുടെ ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കാക്കയുടെ ഏരിയ അല്ലെ. അപ്പൊ ഒരു കാക്ക വന്നിട്ട് എന്ത് ചെയ്തു, പരുന്തിന്റെ മുകളിലായിട്ട് അങ്ങ് കയറിയിരുന്നു. എന്നിട്ട് പരുന്തിനെ ഇങ്ങനെ കൊത്താൻ തുടങ്ങി. അപ്പൊ പരുന്തിനെ ഇങ്ങനെ കൊത്തുന്ന സമയത്ത് പരുന്തിന് വേദന വന്നു. പരുന്ത് എന്ത് ചെയ്തു, പെട്ടെന്ന് ശടകുടഞ്ഞ് എഴുന്നേറ്റ് പറക്കാൻ തുടങ്ങി. അപ്പൊ കാക്ക വിട്ടില്ല, കാക്ക ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പരുന്തിന് അറിയാം, പരുന്തിന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഉയരങ്ങളിലേക്ക് പറക്കുക എന്നുള്ളതാണ് പരുന്തിന്റെ ആകെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങി. കുറേ കാര്യം എന്താ പറയാ, സമയം കഴിഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് മർദ്ദം താങ്ങാൻ പറ്റാതെ കാക്ക എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക് താഴെ വീണു. പരുന്ത് അതിനും മേലേക്ക് പറന്ന് ഉയരാൻ തുടങ്ങി അല്ലെ. മേഘങ്ങൾക്ക് മേലെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ആ മേഘങ്ങൾക്ക് മേലെ പറന്ന് ഉയരുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ ജീവിതത്തിൽ എന്തു പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയാൽ പോലും ആ കളിയാക്കിയ ആളുകൾക്ക് അവർക്കുള്ള മറുപടി എന്ന് പറയുന്നത് അവരോട് പറയുക, നമ്മൾ അവരോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയാൽ മതി, വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയാൽ മതി. ഒരുപക്ഷെ അങ്ങനെയുള്ള അച്ചീവ്മെന്റുകൾ പതുക്കെ പിന്നീട് കമ്പനിയുടെ ഇന്ന് നമുക്കൊരു കോൺടെസ്റ്റ് ലീഡിംഗ് ആണ് നമ്മുടെ തായ്ലാന്റ് കോൺടെസ്റ്റ്. ആ തായ്ലാന്റ് കോൺടെസ്റ്റ്
വിൻ ചെയ്യാൻ, അന്ന് കമ്പനിയുടെ ട്രിപ്പ് വിൻ ചെയ്ത് തായ്ലൻഡിൽ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരാഴ്ച അടിച്ചു പൊളിച്ച് ഇപ്പൊ നമ്മുടെ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ്. നിങ്ങൾ ധൈര്യമായിട്ട് പിടിച്ചോളൂ. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ടൂർ പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നുമല്ല കമ്പനിയുടെ പാക്കേജ്. അത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണത്. അത്രയധികം എക്സ്പെൻസ് നമുക്ക് വേണ്ടി ചെലവിട്ട് കമ്പനി മനോഹരമായിട്ടുള്ള തായ്ലൻഡ് കോണ്ടസ്റ്റ് നമുക്കുണ്ട്. അപ്പൊ അന്നത് പോയി അടിച്ചു പൊളിക്കാനുള്ള ഭാഗ്യം, തായ്ലൻഡ് പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നീട് ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പായി. 6000 5000 അല്ലെ തായ്ലൻഡിലൊക്കെ പോയി വന്നപ്പോ കൂടെ വന്ന പലർക്കും ബിലീഫായി, എന്റെ അപ്ലൈൻ ലീഡർ എവിടെ പോയി തായ്ലൻഡിലൊക്കെ പോയിട്ടുണ്ട്, ഞങ്ങൾക്കും അടുത്ത പ്രാവശ്യം പോകണം എന്നൊക്കെ ടീം ആവേശമായി അവരൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ് പതുക്കെ പതുക്കെ ഡെവലപ്മെന്റിലേക്ക് എത്തിത്തുടങ്ങി. പിന്നീട് അവിടുന്ന് റാങ്കുകൾ TC ATC DTC ZTC അങ്ങനെ റാങ്കുകൾ കയറാൻ തുടങ്ങി. ഓരോ റാങ്കുകളായിട്ട് കവർ ചെയ്ത് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട്, എടാ ഈ 2,10,000 അതൊന്നും നിന്നെപ്പോലത്തെ പിള്ളേർക്കൊന്നും കിട്ടൂല, ഇതൊക്കെ കമ്പനിയുടെ കുറെ കോട്ടൊക്കെ ഇട്ട് വരുന്ന ആളുകൾക്ക് മാത്രമേ കിട്ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കളിയാക്കി. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, കമ്പനി 10,000 മാച്ച് ചെയ്ത് 1200 അയച്ചു തരുന്നുണ്ടെങ്കിൽ 10,000 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2,10,000 അയച്ചു തരും എന്നുള്ള ഒരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 441ാമത്തെ വീക്കിൽ കമ്പനിയുടെ 2,10,000 എന്ന് പറയുന്ന ഫിഗർ വാങ്ങിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും കിട്ടുന്നില്ല, കാരണം നമുക്കറിയാം അല്ലെ, ബിസിനസ് നടക്കുന്നതിനനുസരിച്ചാണ്. അന്ന് ആ ടോപ്പ് അച്ചീവ്മെന്റ് നേടിയ സമയത്ത് 2,10,000 അക്കൗണ്ടിലേക്ക് കയറി എന്നുള്ളതാണ്. ഇപ്പോ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം കമ്പനി നമുക്ക് ഒരുപാട് തരത്തിലുള്ള വരുമാനങ്ങൾ തരുന്നുണ്ട് അല്ലെ. ഒരുപാട് തരത്തിലുള്ള വരുമാനങ്ങൾ, ഏകദേശം 9 തരത്തിലുള്ള വരുമാനങ്ങൾ. ലോയൽറ്റി ബോണസ്, ഓവർ റൈഡിംഗ് ബോണസ്, റോയൽറ്റി ഇൻകം അല്ലെ, പെർഫോമൻസ് ബോണസ്, റാങ്ക് ഇൻകം, ഇങ്ങനെയുള്ള പല ഇൻകവും നമുക്ക് തരുന്നുണ്ട്. ഇന്ന് കമ്പനിയിലൂടെ വരുന്ന സമയത്ത് ആദ്യമായിട്ട് 2 വരുമാനങ്ങൾ, സെയിൽസ് ടേൺ ഓവർ ബോണസും പെർഫോമൻസ് ബോണസും ആണ് ആദ്യമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് 2 വരുമാനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വരുമാനങ്ങളും വാങ്ങിക്കുന്നുണ്ട്. അതായത് ഓവർ റൈഡിംഗ് ബോണസും റോയൽറ്റി ഇൻകം ഒഴിവാക്കി ബാക്കി എല്ലാ വരുമാനവും ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഏകദേശം 1,50,000 മേലെ റാങ്കിങ് ഉണ്ട്. സ്റ്റാർപ്പുകൾ എന്ന് പറയുന്ന റാങ്കിലാണുള്ളത്. ഡയമണ്ട്ഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ പറയാ, അതിന്റെ ഡയമണ്ട്ഷിപ്പിന്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല, പക്ഷെ അതിനുള്ളൊരു നമ്മളൊരു സ്റ്റാർട്ടിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ വളരെ പവർഫുൾ ആയിട്ട്, അന്ന് ഞാൻ 2,10,000 വാങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് ടീമിൽ ഒരു 6ഓളം വ്യക്തികൾ ഇന്ന് ആഴ്ചയ്ക്ക് 2,10,000 വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ടീമിൽ തന്നെ ഒരു ബ്രാൻഡ് ന്യൂ CTC വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും ടച്ചിങ് CTCയിലാണ് ഉള്ളത്. CTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ, എന്താ പറയാ, കാറ് വാങ്ങിച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വീട് വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ മെച്ചം അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടി എന്നുള്ളതാണ്. ഇപ്പോ എനിക്ക് എന്റെ മാരേജ് കഴിഞ്ഞു, ചെറിയൊരു വാവയുണ്ട്. 7 മന്ത് 7 മാസം പ്രായമുള്ളൊരു വാവയുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ 7 മാസത്തിനിടയിൽ തന്നെ ഒരുപാട് കേരളത്തിലെ പല സ്ഥലങ്ങളും എന്റെ ചോട്ടാസ് കണ്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫാമിലിയുടെ കൂടെ അടിച്ച് പൊളിച്ച് നടക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്നെ പ്രത്യേകിച്ച് ഫാമിലി പറഞ്ഞിട്ടുണ്ട്, ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറും ഒക്കെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഡിസംബർ മാസം ഞാൻ പ്രത്യേകിച്ച് വേറെ ഡേറ്റ് ഒന്നും കൊടുക്കുന്നില്ല, കംപ്ലീറ്റ് ഫാമിലിന്റെ കൂടെ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു പക്ഷേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ജോലി ചെയ്യുന്നതിൽ നല്ല രീതിയിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചല്ല നമ്മൾ അവിടെ ഉള്ളത്. പക്ഷെ ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇന്ന് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം ആ സമയത്ത് തുടക്കത്തിൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് പലരും കളിയാക്കിയ ഒരു വിഷയമാണ്, എടാ ചെറുപ്പക്കാരനാണ്, ലൈഫ് സ്പോയിലായി പോകും, നാളെ എവിടെയെങ്കിലും പോയാൽ പെണ്ണ് കിട്ടൂല, ഇതൊക്കെ അതിനൊരു ജോലി വേണം. പെണ്ണ് കിട്ടാൻ വേണ്ടി ജോലിക്ക് കയറുന്ന ആൾക്കാർ സമൂഹത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ജോലിക്ക് കയറണം, അല്ലാതെ നമ്മള് എന്താ പറയാ, നമ്മുടെ സ്വപ്നങ്ങളോ അല്ലെ നമുക്കൊരു ലക്ഷ്യമോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇത്തരം ഒരു സമൂഹം അല്ലെ, അപ്പൊ ഇതൊക്കെ സത്യത്തിൽ എന്റെ മെന്റാലിറ്റിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി വന്ന് അന്ന് എനിക്ക് ലീഡേഴ്സ് എന്ന ഒറ്റ ഉപദേശമേ ഉള്ളൂ, നീ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിലെ ഒരു റീറ്റെയിൽ ചെയ്യുന്ന ആളായിട്ട് മാത്രമാണ് പോകുന്നതെങ്കിൽ നിനക്ക് എവിടുന്ന് പെണ്ണ് കിട്ടൂല. പക്ഷെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ ഒരു അച്ചീവർ ആയിട്ട് നീ പോയി നോക്ക്, നിനക്ക് എവിടുന്നും ആരും എന്ത് ചെയ്യും, കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ തരും.
അല്ലെ, പെൺകുട്ടികൾ വരും എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ഏറ്റവും നാട് കണ്ടറിഞ്ഞതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് കല്യാണമൊക്കെ നടന്നു എന്നുള്ളതാണ്. അപ്പം ഒരുപക്ഷെ അന്ന് എന്റെ നാട്ടിലുള്ള പല ആളും പറഞ്ഞിട്ടുണ്ടാവും, അവരുടെ മക്കളോട് രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും, എടാ ഇവിടെ നിന്ന് തിരിഞ്ഞു കളിക്കാതെ ആ റെനിലാലൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യടാ എന്ന് പറയുന്ന തരത്തിലേക്ക് എന്റെ കല്യാണവും എന്റെ അച്ചീവ്മെന്റ് ഒക്കെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഇന്ന് കൂടെ വന്ന ഒരുപാട് പേര് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പേര് ലക്ഷങ്ങൾ വരുമാനമാകുന്നു. ഇന്ന് ഏകദേശം 150 മേലെ ടീം കോർഡിനേറ്റർ അബോ ലീഡേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, വലിയൊരു ബിസിനസ് സാമ്രാജ്യമായിട്ട്. അതായത് പണ്ട് ഞാൻ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അന്ന് ആ ബാച്ചിലുള്ള ഒരു വ്യക്തികൾ പോലും ഞാൻ അറിഞ്ഞതിൽ വെച്ച് ബിസിനസ് ചെയ്യുന്നില്ല. എല്ലാവരും പല പല സ്ഥലങ്ങളിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു പെർമനന്റ് ജോലിക്ക് കയറാത്ത പലരും ഉണ്ട് എന്റെ ഫ്രണ്ട്സിൽ. പക്ഷെ അന്ന് ആ ബാച്ചിലിരുന്നതിൽ ഇന്ന് 9600 പേരെ വെച്ച് ഇന്ന് ലോകം മൊത്തം ബിസിനസ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ, ബിസിനസ്സുകാരനായിട്ട് മാറിയ ഒരേ വ്യക്തിയുള്ളൂ, അത് റെനിലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഞാൻ എന്റെ കുറച്ച് എക്സ്പീരിയൻസ് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ അത് ഒരുപക്ഷെ നിങ്ങളെ എന്താ പറയാ, നിങ്ങളെ അട്രാക്റ്റീവ് ആക്കാനോ അല്ലെങ്കിൽ മോഹിപ്പിക്കാനോ വേണ്ടി ഒന്നുമല്ല, പകരം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം എന്താണ് നേട്ടം, അല്ലെ. ഒരുപക്ഷെ എന്റെ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതൊന്നും ആയിരിക്കില്ല ആഗ്രഹം, നിങ്ങൾക്ക് മറ്റു പല ആഗ്രഹങ്ങളായിരിക്കും. ആ ആഗ്രഹങ്ങൾ എന്താണോ അത് ഇൻഡസ്ട്രിയിലൂടെ നേടിയെടുക്കുക. അതിനു പറ്റിയ ദൈവം ഒരു അവസരമാണ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. നല്ലൊരു ഇൻഡസ്ട്രി, നല്ല പ്രോഡക്റ്റ്, നല്ല സിസ്റ്റം, നല്ല ടീം, എല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഓക്കെ ആയാൽ മാത്രം മതി. അപ്പം എന്ത് മറ്റുള്ളവർ എന്ത് നമ്മളെ കുറിച്ച് പറയുന്നോ അല്ലെ എങ്ങനെ പറയുന്നോ ഒന്നുമല്ല, നമുക്ക് എന്ത് തോന്നുന്നു, അല്ലെ. ഇവിടെ നിയമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വേറെ ഒന്നും ചിന്തിക്കേണ്ട. സപ്പോർട്ടിങ് ലീഡേഴ്സ് ഉണ്ട്, നല്ലൊരു മാനേജ്മെന്റ് കമ്പനി ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എവറിത്തിങ് ഓക്കെയാണ്. പക്ഷെ ഓക്കെ ആവേണ്ടത് നമ്മൾ മാത്രമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു തീരുമാനമെടുക്കുക. വിജയികളുടെ ദിവസം എന്ന് പറയുന്നത് നാളെയല്ല, വിജയികളുടെ ദിവസം ഇന്നാണ്, അല്ലെ. നാളെ നാളെ എന്ന് പറഞ്ഞ് പോക്കില്ല, വിജയികളുടെ ദിവസം ഇന്നാണ്. അപ്പോ അപ്പോ ഇന്നത്തെ ദിവസം ഒരു നിങ്ങളുടെ ദിവസമായിട്ട് മാറട്ടെ. അതിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഈ ടീമിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതിന് നമുക്ക് ഒരു സംശയവുമില്ല. കാരണം ശക്തമായ ലീഡേഴ്സ് ലീഡ് ചെയ്യുന്ന ടീമാണ്. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ നാളെ ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചും ആര് വേണമെങ്കിലും അടിച്ചു നോക്കിയാലും ഇന്ത്യയിലെ യങ്ങസ്റ്റ് ഡയമണ്ടുകൾ എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പേര് റെനിലാൽ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്റെ സ്വപ്നമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനനുസരിച്ച് എന്ത് ചെയ്യുക, വലിയ സ്വപ്നങ്ങൾ നേടിയെടുത്ത്. ഇന്ന് മുബീൻ മുഹമ്മദ് സാറൊക്കെ അദ്ദേഹത്തിനൊക്കെ കളിയാക്കിയ ആളുകൾക്ക് അദ്ദേഹത്തിന് അവിടെ എത്തുക പോലും ഇല്ല അവിടെ. കാരണം അദ്ദേഹമൊക്കെ വേറെ സ്ഥലത്ത്, അല്ലെ, വേറെ റേഞ്ചിലേക്ക് പോയി. ജീവിതത്തിൽ അത്രയും വലിയ സക്സസിലേക്ക് അദ്ദേഹമൊക്കെ പോയി. അപ്പം അവിടെ നമ്മൾ നിൽക്കാതെ, അല്ലെ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കഴിവിനെ അടിയറവ് വെക്കാതെ നമ്മൾ നമ്മുടെ സക്സസിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക, നല്ലൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്, നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. താങ്ക് യു.